കള്ളക്കളിയാ. ഇല്ലാത്ത പ്രഗ്നൻസിയാ ഞാൻ ഉണ്ടെന്ന് സർട്ടിഫൈ ചെയ്ത് തന്നിരിക്കുന്നത്. എത്ര നാളെ കള്ളം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഡോക്ടറെ ഒന്ന് സമാധാനപ്പെട്. ഞാൻ ഈശ്വരമംഗലം വീടൊന്ന് ലെവലാക്കി എടുത്തോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് അല്ലെന്നുള്ള വിവരം എല്ലാവരും ഞാൻ അറിയിച്ചോളാം. ഇല്ല ശിവാനി, അത് ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാ എന്റെ പ്രൊഫഷനെ മാത്രമല്ല, അതെന്റെ കുടുംബത്തെ കൂടെ ബാധിക്കും. ഡോക്ടർ പ്ലീസ്. ഒരിക്കൽ ഇതുപോലെ കരഞ്ഞു കാല് പിടിച്ചതുകൊണ്ടാ ശിവാനിയുടെ ഭർത്താവിന്റെ മുന്നിൽ നീ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ കള്ളം പറഞ്ഞത്. അത് പോരാഞ്ഞിട്ടോ ഇരട്ട കുട്ടികളാണെന്നൊരു പേര് കള്ളം കൂടി പറഞ്ഞു. ഇനി എനിക്കത് പറ്റില്ല ശിവാനി. ഡോക്ടർ, എന്റെ അവസ്ഥയല്ല ഡോക്ടർ മനസ്സിലാക്കാത്ത. ദേ നോക്ക്, അധിക നാളെ കള്ളവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ശിവാനി. എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കി എന്നെ അറിയിക്കണം, കേട്ടല്ലോ? അല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ വന്ന് ഈശ്വരമംഗലത്ത് വന്ന് എല്ലാം വിളിച്ചു പറയും. പറഞ്ഞേക്കാം. ഇതെങ്ങനെ എവിടെ കിട്ടി? ആശുപത്രിയിൽ ഇവനുണ്ടായിരുന്നു. അപ്പോ ഇവനത് ഷൂട്ട് ചെയ്തോ? അവൻ തന്നെയാണല്ലോ. എന്തിനാ ഇവൻ വീഡിയോ കോൾ വിളിക്കുന്നത്? നോക്കമല്ലേ, നീ എല്ലാ ലിമിറ്റുകളും കഴിഞ്ഞു പോയിരിക്കുക. ഇനി എന്ത് വീഡിയോ കോൾ ചെയ്താലും എന്റെ നിനക്ക് തരാൻ പണം ഇല്ല. കൂടെ കൂടെ ഇങ്ങനെ വിളിക്കണ്ട. എന്റെ ജീവിതത്തിൽ തരാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോ ഞാൻ തരാം. നോക്ക് ശിവാനി, ഇടയ്ക്കിടയ്ക്ക് നീ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇടയ്ക്കിടയ്ക്കെന്നല്ല, ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിളിക്കില്ല. ഇനി ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയൂ? ഇന്നത്തെ ഈ നിമിഷം കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ 5 പൈസ കാണില്ല. പഴയതിനേക്കാൾ ദാരിദ്ര്യമായിരിക്കും ശിവാനി നിനക്ക് വരാൻ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചില വീഡിയോസ് നീ എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാനേ മുതലും പലിശയും ചേർത്ത് നിനക്കത് തിരിച്ചു തരാൻ പോവുക. അതായത് ഇപ്പൊ തന്നെ ഞാൻ നിന്റെ എല്ലാ വിവരങ്ങളും നിന്റെ കെട്ടിയോനോട് തുറന്നു പറയാൻ പോവുക. എന്തൊക്കെയാടാ നീ പറയുന്നത്? ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന് ശിവാനിക്ക് അറിയൂ? എവിടാ? ആ, കാണിച്ചു തരാം, നോക്കിക്കോ. അയ്യോ, കണ്ടല്ലോ, ഇത് നിന്റെ കെട്ടിയോന്റെ ഓഫീസാ. അവിടെ നിൽക്കാ ഞാൻ. അമലേ, നിനക്കേ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റില്ല, അതുകൊണ്ടാ. നീ കണ്ടോ? നീ എന്തിനാ അമലേ അങ്ങോട്ട് പോയത്? വേറെന്തിനാ, നിന്റെ ഭർത്താവ് പ്രണവിനെ കാണാൻ തന്നെയാ. ഞാനിപ്പോൾ പ്രണവിൻ്റെ ക്യാബിനിലേക്ക് കയറി ചെല്ലും. എന്നിട്ടൊരു കാര്യം പറയും. പ്രണവ് സാറേ, സാറിൻ്റെ ഭാര്യ ശിവാനി ഇത്രയും കാലം സാറിനെ ഗംഭീരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തു പറയുന്നു? ഞാൻ ക്യാബിനിലേക്ക് കയറട്ടെ? വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ പറയല്ലേ. വേറൊരു കാര്യം കൂടി എനിക്കറിയാം. ഇപ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും നീ അമ്മയാകില്ല എന്ന്. നീ പ്രണവിനോടൊന്നും പറയരുത്. ഓക്കെ ഓക്കെ, സമ്മതിച്ചു, ഞാൻ പറയുന്നില്ല. എങ്കിലൊരു കാര്യം ചെയ്, ഞാൻ ആവശ്യപ്പെടുന്ന പണം എന്റെ കൈ കൊണ്ടുതാ. അമലെ, എന്റെ കയ്യിൽ പണമില്ല, സത്യം ഞാൻ പറയണേ. അപ്പൊ പിന്നെ വേറെ വഴിയില്ലല്ലോ ശിവാനി, ഞാൻ പ്രണവിനോട് എല്ലാം പറയാം. അയ്യോ അമലെ, പറയല്ലേ പ്ലീസ്. ദയവേത് നീ എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ കാല് പിടിച്ച് യാചിക്കാം, പ്ലീസ് പ്രണവിനോടൊന്നും പറയല്ലേ. യാചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ അക്കൗണ്ടിൽ ക്യാഷ് വീഴണം. ഈ അമലിന് അത് വിട്ടൊരു കളിയുമില്ല ശിവാനി. അല്ലെങ്കിൽ
ദേ ഈ പെൻഡ്രൈവിൽ എല്ലാ എവിഡൻസും ഉണ്ട്. ഇതുൾപ്പെടെ ഞാൻ പ്രണവിന് കൈമാറും. എനിക്ക് പണം വേണം. ശിവാനിക്ക് വേണ്ടത് അഭിമാനമാണ്. ആ അഭിമാനം രക്ഷിക്കണമെങ്കിൽ പണവും കൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം. എടാ, ഞാൻ ഈശ്വരമംഗലത്തെ മരുമകളാണെന്നേ ഉള്ളൂ. എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഈശ്വരമംഗലത്തെ മരുമകളുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. വേണ്ട ശിവാനി, എനിക്ക് പണം കിട്ടിയില്ലെങ്കിൽ ഈ പെൻഡ്രൈവ് ഞാനിപ്പോൾ പ്രണവിന് കൊടുക്കും. സത്യങ്ങളെല്ലാം പ്രണവ് അറിഞ്ഞാലുള്ള അവസ്ഥ നിനക്ക് അറിയാമല്ലോ. ദേ ശിവാനി, തീരുമാനമെടുക്കാൻ വൈകും തോറും അപകടമാണ്. എന്തു പറയുന്നു? പണം തരുന്നോ ഇല്ലയോ? ഈ പെൻഡ്രൈവിലാണ് മോളെ നിന്റെ അഭിമാനവും ജീവിതവും അന്തസ്സും എല്ലാം ഇരിക്കുന്നത്. ഇതിലുള്ള വീഡിയോ പ്രണവ് കണ്ടാലുള്ള അവസ്ഥ അറിയാലോ. അവസാനമായി ഞാൻ ചോദിക്കുക, എനിക്ക് പണം തരുന്നോ ഇല്ലയോ, അതോ ഞാനിത് പ്രണവിനെ കാണിക്കണോ? ശരി, ഞാൻ പണം തരാമല്ലേ, തരാം. അത് ശരി. സംഗതി കൈവിട്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ കയ്യിൽ പണം വന്നു അല്ലേ? ഇപ്പോ എവിടെ നിന്ന് കിട്ടി ശിവാനി പണം? നിനക്ക് പണം കിട്ടിയ പോരെ, ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. നീ ഇത് ഫോൺ വെക്ക്. താങ്ക് യു ശിവാനി, താങ്ക് യു. ആ പിന്നെ എത്രയും പെട്ടെന്ന് വേണം കേട്ടല്ലോ. വയ്ക്കട്ടെ.